വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, നമുക്കറിയാം നമ്മുടെ വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓരോ ദിവസങ്ങൾ കഴിയും തോറും നമ്മൾ പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു ബോധം നിങ്ങളിൽ ഉണ്ടാകണം. സോ അതുകൊണ്ട് ഓരോ ദിവസങ്ങൾ കഴിയും തോറും പഠനത്തിന്റെ ആഴം അല്ലെങ്കിൽ പഠനത്തിന്റെ തീവ്രത കൂട്ടണം. സിലബസ് അനുസരിച്ച് നമ്മൾ ഇതിനു മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അതിനകത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതൊക്കെ ടോപ്പിക്കുകളാണ് പരിഗണിക്കേണ്ടത്, പഠനത്തിലെ വലിയ പരിഗണന കൊടുക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്, എവിടൊക്കെയാണ് നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുവാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ മാത്സിനകത്തെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുവാൻ പോവുകയാണ്. സീറോ ടോപ്പിക്കിന്റെ പ്രത്യേകത, ചില ഷിഫ്റ്റിലൊക്കെ 3-ലധികം ചോദ്യങ്ങൾ ഒരേ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുണ്ട്. അതാണ് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണെന്ന് പറയാനുള്ള പ്രധാന കാരണം. സോ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ അതിനു മുമ്പേ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് മാത്സിനകത്ത് 25 ചോദ്യങ്ങളും റീസണിങ്ങിനകത്ത് 30 ചോദ്യങ്ങളും ഉൾപ്പെടെ മാത്സ് എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം നിങ്ങളുടെ കൈകളിലേക്ക് 55 ചോദ്യങ്ങളാണ് വരുന്നത്. അതായത് പകുതിയിൽ കൂടുതൽ ചോദ്യങ്ങൾ മാത്സ് ആണെന്നുള്ള കാര്യം ഓർമ്മയിൽ ഉണ്ടാവണം. ഇവിടെ ഈ 55ന്റെ കൂടെ 25 മാർക്ക് സയൻസാ. ചുരുക്കി പറഞ്ഞാല് ഏകദേശം കൃത്യമായിട്ട് പറഞ്ഞാൽ 80 ചോദ്യങ്ങൾ. 80 മാർക്ക് എന്ന് പറഞ്ഞാല് കണക്കും സയൻസും മാത്രമാണ്. കണക്കും സയൻസും മാത്രം അറിയാവുന്ന ഒരാളിന് ഉറപ്പായിട്ടും ഗ്രൂപ്പ് ഡി പരീക്ഷ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. നിങ്ങൾ GKയും കറണ്ട് അഫയേഴ്സും ഒക്കെ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞാൽ പോലും ഈ പരീക്ഷ കണക്കും സയൻസും മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് പഠിക്കുന്ന ഒരാളിന് തീർച്ചയായിട്ടും ഈ പരീക്ഷ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. സോ അതുകൊണ്ട് ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ ചോദ്യപേപ്പർ എടുത്തു വെച്ചിട്ട് മാത്സ് സയൻസ് വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് അങ്ങ് പഠിച്ചങ്ങോട്ട് മുമ്പോട്ട് പോവുക. 2025 നടക്കാൻ പോകുന്ന ഈ ഗ്രൂപ്പ് ഡി പരീക്ഷ തീർച്ചയായിട്ടും നമുക്ക് വിധിച്ചിട്ടുള്ളതാണ്. പുതിയ പേ കമ്മീഷൻ വരുമ്പോൾ ശമ്പളം ഏകദേശം ഒരു 50,000 രൂപയോട് അടുത്ത് വരുന്ന ഒരു ഗ്ലാമറസ് പോസ്റ്റ് ആണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന പരീക്ഷ. അതായത് 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു വ്യക്തിക്ക് ഇന്ന് ഇന്ത്യയിലെ കിട്ടാവുന്ന ഏറ്റവും നല്ല ശമ്പളമാണ് ഗ്രൂപ്പ് ഡിയോടുകൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. സോ അതൊരു വലിയ ഒരു അവസരത്തിന്റെ ഭാഗമാണ്. ഇനി അതിനെ റിസൾട്ട് ആക്കി എടുക്കുക എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതിയാവും. അതുകൊണ്ട് ഓരോ ദിവസങ്ങൾ മുമ്പോട്ട് പോകുന്തോറും നമ്മുടെ പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നല്ലൊരു സമയം പഠനത്തിന് വേണ്ടി മാത്രമായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങൾ മുമ്പോട്ട് പോകുവാൻ എന്നുള്ള കാര്യം കൂടെ ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളോട് ഒരിക്കൽ കൂടി പറയുന്നു, 80 ചോദ്യങ്ങൾ, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 80% ചോദ്യങ്ങളും മാത്സും സയൻസും മാത്രമായിരിക്കും എന്നുള്ള കാര്യം കൂടെ ഓർമ്മയിൽ നിലനിർത്തിക്കൊണ്ട് വേണം പഠിച്ച് മുമ്പോട്ട് പോകുവാൻ എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. മാത്സും റീസണിങ്ങും കൂടെ 55 മാർക്കിന്റെ ചോദ്യങ്ങൾ വരും. നമ്പർ സിസ്റ്റത്തിൽ തുടങ്ങി പൈപ്പ് ആൻഡ് സിസ്റ്റേൺ എന്ന് പറയുന്ന ടോപ്പിക്ക് വരെയുള്ള മാത്സും, അതേപോലെ റീസണിങ്ങിനകത്ത് അനലോഗി എന്ന് പറയുന്ന ഭാഗത്തിൽ തുടങ്ങി ആർഗ്യുമെന്റ്സ് ആൻഡ് അസംഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് വരെ നീളുന്ന വലിയൊരു ഭാഗമാണ് റീസണിങ്ങിനകത്ത് കിടക്കുന്നത്. ഈ ഓരോ ടോപ്പിക്കുകളും വൃത്തിയായിട്ട് ചെയ്തു പഠിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇത്തവണത്തെ പരീക്ഷ നമുക്ക് വിധിച്ചിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് ഓരോ ദിവസങ്ങളും കൃത്യതയോടുകൂടി പ്രൊഡക്റ്റീവായിട്ട് ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ മുമ്പോട്ട് പോയി നോക്കിക്കേ.
ഈ പരീക്ഷ ഉറപ്പായിട്ട് പഠിക്കാൻ സാധിക്കും. സോ എത്ര മണിക്കൂർ പഠിക്കുന്നു എന്നതിലല്ല കാര്യം. നിങ്ങൾ 1 മണിക്കൂർ മാത്രമേ പഠിക്കുന്നുള്ളെങ്കിൽ ആ 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ സിലബസിനകത്ത് എത്രത്തോളം പോർഷൻ കവർ ചെയ്തിട്ടുണ്ട്, അതാണ് പ്രൊഡക്റ്റീവ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെ നിങ്ങൾ അടുത്ത ദിവസത്തേക്ക് റിവിഷൻ നടത്തി വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പരീക്ഷ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. അപ്പൊ നമുക്ക് പതിയെ പോവാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാല് ബോർഡ് മാസ്. സോ ബോർഡ് മാസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ബോർഡ് മാസ് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. സിലബസിനകത്ത് രണ്ടാമതായിട്ട് കിടക്കുന്ന ഭാഗം കൂടിയാണ് ബോർഡ് മാസ്. നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബോർഡ് മാസ്. സോ ബോർഡ് മാസിനകത്തുനിന്ന് 1-ലധികം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ചില ഷിഫ്റ്റിലൊക്കെ 3ഓളം ചോദ്യങ്ങൾ കണ്ടുപോയ ഷിഫ്റ്റുകളും ഉണ്ട്. അപ്പൊ എന്താണ് ബോർഡ് മാസ് എന്ന് ചോദിച്ചാൽ, എടാ കുഞ്ഞുങ്ങളെ, ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കുന്നു. ഒരു ചോദ്യത്തിനകത്ത് 2 2-ലധികമോ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതാണല്ലോ 4 മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. എടാ 2-2-ലധികമോ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒരു ചോദ്യത്തിനകത്തേക്ക് വന്നാൽ അവിടെ നിങ്ങൾ ബോർഡ് മാസ് റൂൾ ഉപയോഗിക്കണം. അല്ല നിങ്ങൾക്ക് തോന്നുന്ന പോലെ ആദ്യം അത് ചെയ്ത് പിന്നെ അത് ചെയ്ത് അങ്ങനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് തോന്നുന്ന പോലെ പറ്റത്തില്ല. അതിന് കൃത്യമായ റൂൾ ഉണ്ട്. ആ റൂളാണ് എന്ത്? ബോർഡ് മാസ് റൂൾ. ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റ്. എടാ കുഞ്ഞുങ്ങളെ, ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ആണ്. സോ നിങ്ങൾ ബ്രാക്കറ്റ് എല്ലാം ചെയ്തു മാറ്റണം ഒന്നാമത്തെ സ്റ്റെപ്പിൽ, അതായത് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഓഫ്. എന്ന് പറഞ്ഞ ഓഫ്. ഓഫിന്റെ മലയാളമാണ് ഇന്റ് അല്ലെങ്കിൽ യുടെ. അപ്പൊ നിങ്ങൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് എന്താണ്? ഇന്റ് അല്ലെങ്കിൽ യുടെ എന്ന് പറയുന്ന ഒരു ഭാഗം വരും. അതാണ് നിങ്ങൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഡിവിഷൻ. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഹരണം. കണ്ടോ? അതാണ് മൂന്നാമത് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അഡീഷൻ. അഡീഷൻ ആണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. ഏറ്റവും അവസാനമാണ് എന്ത് ചെയ്യേണ്ടത്? സബ്ട്രാക്ഷൻ ചെയ്യേണ്ടത്. സോ സബ്ട്രാക്ഷൻ ആണ് ഏറ്റവും അവസാനം ചെയ്യേണ്ടത്. ഇതോടുകൂടി നമ്മുടെ ആ ഒരു ചോദ്യം അവസാനിക്കും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റ്, അതിനുശേഷം ഓഫ് ചെയ്യണം, അതിനുശേഷം ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ഏറ്റവും അവസാനം ചെയ്യണം. ഇതാണ് ഒരു ചോദ്യത്തിനകത്ത് 1-ലധികം മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട റൂൾ. ഇങ്ങനെയാണ്: ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇത്രേ ഉള്ളൂ. സിമ്പിൾ. ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. ഒന്നാമത്തെ ചോദ്യം ദാ പിടിച്ചു. 10 - 5 + 10 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 5ന്റെ വില എത്ര ആണ് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ബോർഡ് മാസ് എന്ന് എഴുതി വെക്കണം. എഴുതി വെച്ചോ? എടാ മക്കളെ, അതിനകത്ത് ആദ്യം ബ്രാക്കറ്റ് ഉണ്ടോ? ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ബ്രാക്കറ്റ് ഉണ്ടോ നോക്കണം. ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല, വിട്ട്. ഓഫ് എന്ന് പറയുന്ന വാക്കുണ്ടോ? ഓഫ് അല്ലെങ്കിൽ ഇന്റെ, യുടെ ഉണ്ടോ? ആ ക്വസ്റ്റ്യനകത്ത് ഉണ്ടോ? ഇല്ല. അപ്പൊ അതും കളയാം. അടുത്തത് ഡിവിഷൻ. ഡിവിഷൻ സിമ്പിൾ എവിടെങ്കിലും ഉണ്ടോ? ഉണ്ട്. സോ അപ്പോ ഡിവിഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഡിവിഷൻ. ഡിവിഷൻ അല്ലെങ്കിൽ ഹരണം ആദ്യം ചെയ്യണം. ബാക്കി ഒന്നും ചെയ്യണ്ട. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് 10 - 5 പ്ലസ് 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5 വരും. ഇൻറ്റു 5 അതുപോലെ തന്നെ എഴുതി വെച്ചു. കണ്ടോ? അങ്ങനെ ഡിവിഷനും കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് മൾട്ടിപ്ലിക്കേഷനാ. അടുത്ത സ്റ്റെപ്പ് എന്താണ്?
മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ എവിടെങ്കിലും ഉണ്ടോ നോക്കിക്കേ, ഉണ്ട്. അപ്പൊ അടുത്ത സ്റ്റെപ്പില് നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, വേറൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അത് ഒന്നിലധികം ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഡിവിഷൻ ചെയ്തു, അത് ഒന്നിലധികം ഉണ്ടെങ്കിൽ എല്ലാം ഒറ്റയടിക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അത്രേ ഉള്ളൂ റൂള്. എന്നാണ്ടേ നമ്മള് 10 - 5 എന്ന് എഴുതി വെച്ചു, പ്ലസ് 5 കൂടെ ഗുണിച്ചാൽ 25. അങ്ങനെ മൾട്ടിപ്ലിക്കേഷനും കഴിഞ്ഞു. അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ ഉള്ളെങ്കിൽ, ഒരു ചോദ്യത്തിനകത്ത് അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ ഉള്ളെങ്കിൽ പിന്നെ നിങ്ങൾ റൂളുകൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിങ്ങനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടോ ആ ഓർഡറിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, നോ പ്രോബ്ലം. അതായത് 10 - 5 കുറച്ചാൽ എത്ര? 5. ആ 5ന്റെ കൂടെ 25 കൂട്ടിയാൽ, 5ന്റെ കൂടെ 25 കൂട്ടിയാൽ 30. ആ ആൻസർ 30 എന്ന് വരും. ഇത്രേ ഉള്ളൂ പരിപാടി. സിമ്പിൾ അല്ലേടാ, വെറുതെ കിട്ടുന്ന മാർക്കല്ലേ. വളരെ എളുപ്പത്തിലെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തു മാറ്റാൻ പറ്റുന്ന സിമ്പിൾ ചാപ്റ്റർ ആണ് ഏത്? ബോർഡ് മാസ്. കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാ പിടിച്ചു. 12 + 18 ഡിവൈഡഡ് ബൈ 3 × 2 - 5ന്റെ വില എത്ര? ആദ്യം നമ്മൾ ചെയ്തു, എന്തോന്ന് ചെയ്തു? നമ്മൾ ബോർഡ് മാസം എന്ന് എഴുതി വെച്ചു. ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. ഓഫ് ഉണ്ടോ? ഇല്ല. ഡിവിഷൻ ഉണ്ടോ? ഉണ്ട്. ഡിവിഷൻ ചെയ്. 12 അതുപോലെ എഴുതി. 18 12 പ്ലസ് 18നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര? 18നെ 3 കൊണ്ട് ഹരിച്ചാൽ 6 എന്ന് വരും. × 2 - 5 അതുപോലെ തന്നെ എഴുതി വെച്ചു. അതായത് ഡിവിഷൻ കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പില് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ ദാണ്ട കിടക്കുന്നു, അത് ചെയ്താട്ടെ. 12 പ്ലസ് 6ഉം 2ഉം കൂടെ ഗുണിച്ചാൽ 12 - 5 കഴിഞ്ഞു. അങ്ങനെ മൾട്ടിപ്ലിക്കേഷനും കഴിഞ്ഞു. അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ ഉള്ളെങ്കിൽ റൂളുകൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ആ ഓർഡറിൽ ചെയ്താൽ മതി എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. 12ന്റെ കൂടെ 12 കൂട്ടിയാൽ 24. എടാ കുഞ്ഞുങ്ങളെ, 24ൽ നിന്ന് 5 കുറച്ചാല് 24ൽ നിന്ന് 5 കുറച്ച 19. ആൻസർ 19. 19 ആൻസർ. സിമ്പിൾ. കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് ബോർഡ് മാസിന്റെ ചോദ്യങ്ങൾ ചെയ്തു പഠിക്കേണ്ടത്. ഏറ്റവും കുറഞ്ഞ ഒരു 100 ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ ചെയ്ത് പരീക്ഷയ്ക്ക് മുമ്പായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ച് എക്സ്പേർട്ടായിട്ട് വേണം എക്സാം ഹാളിലേക്ക് പോകുവാൻ. ഇതാ പിടിച്ചു. ആദ്യം ബോർഡ് മാസം എഴുതി വെച്ചു. ബ്രാക്കറ്റ് ഉണ്ടോ? ഉണ്ട്. അപ്പൊ അത് ആദ്യം അങ്ങ് ചെയ്യണം. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ആണ്. സോ ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം. ബ്രാക്കറ്റ് എന്തുവാ? 1/2 + 1/4. എടാ 1/2 + 1/4 ആണ് ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നത്. അത് മാത്രം ആദ്യം ചെയ്യാം. അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. സോ 2 ഭിന്നസംഖ്യകൾ കിട്ടിയാൽ അതിനെ കൂട്ടാൻ പറഞ്ഞാല് ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ പോരെ. ചെറിയ ക്ലാസ്സിൽ അങ്ങനെയാ പഠിച്ചത്. 2 ഭിന്നസംഖ്യകൾ കൂട്ടാനോ കുറയ്ക്കാനോ ചോദിച്ചാല് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 4 കൂടെ ഗുണിച്ചാൽ 4 പ്ലസ് 2 1 കൂടെ ഗുണിച്ചാൽ 2 ഡിവൈഡഡ് ബൈ 2ഉം 4ഉം കൂടെ ഗുണിച്ചാൽ 8. ക്രോസ് ഏറ്റവും അവസാനം ഛേദങ്ങൾ തമ്മിലും ക്രോസ് ചെയ്യണം. 4ഉം 2ഉം കൂടെ കൂട്ടിയാൽ 6 6/8 എന്ന് വരും. വെട്ടി ചെറുതാക്കുവാണെങ്കിൽ 3 2 6 4 2 8. ഉത്തരം 3/4 എന്ന് വരും. അതായത് ബ്രാക്കറ്റ് ചെയ്താല് 3/4. ബ്രാക്കറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടി? 3/4. സോ അങ്ങനെ ബ്രാക്കറ്റ് കഴിഞ്ഞു. ഓഫ് ഇല്ല, ഡിവിഷൻ ഇല്ല, മൾട്ടിപ്ലിക്കേഷൻ ഇല്ല, അഡീഷനും ഇല്ല, സബ്ട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. 1ൽ നിന്ന് 3/4 കുറയ്ക്കണം. സോ 1 - 3/4. 1ൽ നിന്ന് 3/4 കുറയ്ക്കണം. 1ൽ നിന്ന് 3/4 കുറച്ചാൽ 1/4 അല്ലേ? അല്ലെങ്കിൽ അങ്ങനെ 1/4 അല്ലെങ്കിൽ 1/4
നിങ്ങളുടെ മനസ്സിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലാതെ അങ്ങ് ചെയ്യണം. 1 × 4 4 മൈനസ് 1 × 3 3 ഡിവൈഡഡ് ബൈ 1 × 4 4. 4 ന്ന് 3 കുറച്ചാ 1 1/4 എന്ന് വരും ആൻസർ. ഉത്തരം 1/4. 1/4 1/4 ആയിരുന്നു അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. 1/4. സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നു? 1 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ 3 ഡിവൈഡഡ് ബൈ 4. അപ്പൊ നിങ്ങൾ പറയും സാറേ ഇത് ഭിന്നസംഖ്യകളാണോ? ആണ്. എന്താണെന്നറിയോ? എടാ 1 എന്ന് പറഞ്ഞാൽ 1/1 അല്ലേ? അങ്ങനെ പറയുന്നതുകൊണ്ട് തെറ്റൊന്നും ഇല്ലല്ലോ. കാരണം ഏതൊരു സംഖ്യക്കും ഛേദം 1 ഉറപ്പായിട്ടും ഉണ്ടാവും. പ്രത്യക്ഷത്തിലില്ലെങ്കിലും പരോക്ഷമായിട്ടുണ്ടാവും. അപ്പൊ 1 എന്ന് പറഞ്ഞാൽ 1/1, 2 എന്ന് പറഞ്ഞാൽ 2/1, 3 എന്ന് പറഞ്ഞാൽ 3/1, 4 എന്ന് പറഞ്ഞാൽ 4/1. യെസ്. ഇവിടെ നോക്കിക്കേ. ഇവിടെ നോക്കുമ്പോൾ കുറെ ഭിന്നസംഖ്യകളുടെ ഹരണമല്ലേ? സോ ഭിന്നസംഖ്യകളുടെ ഹരണമാണെന്ന് മനസ്സിലായി. സോ ഭിന്നസംഖ്യകളുടെ ഹരണമാണെന്ന് മനസ്സിലായി. അങ്ങനെ ഭിന്നസംഖ്യകളുടെ ഹരണം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ആദ്യത്തെ ഭിന്നസംഖ്യ മാത്രം അങ്ങനെ എഴുതണം. എപ്പോഴും 2 ഓ 2-ലധികമോ ഭിന്നസംഖ്യകളുടെ ഹരണം ചോദിച്ചാൽ 2 ഓ 2-ലധികമോ ഭിന്നസംഖ്യകളുടെ ഹരണം ചോദിച്ചാൽ ആദ്യത്തെ ഭിന്നസംഖ്യ അതുപോലെ തന്നെ എഴുതണം. പിന്നീട് അങ്ങോട്ട് എത്ര ഭിന്നസംഖ്യകൾ ഉണ്ടെങ്കിലും തിരിച്ചിട്ട് ഗുണിക്കുക. അതായത് ആദ്യത്തെ ഭിന്നസംഖ്യ 1/1 അതുപോലെ തന്നെ എഴുതണം. പിന്നീട് അങ്ങോട്ട് എത്ര എണ്ണം ഉണ്ടെങ്കിലും തിരിച്ചിട്ട് ഗുണിക്കുക. 2/1 എന്തായിട്ട് മാറി? 1/2 ആയിട്ട് മാറി. 3/1 എന്തായിട്ട് മാറി? 1/3. 4/1 1/4. തിരിച്ചിട്ട് ഗുണിക്കുക എന്ന് ഓർത്തിരുന്നാൽ മതി. തിരിച്ചിട്ട് ഗുണിക്കുക. 2 ഓ 2-ലധികമോ ഭിന്നസംഖ്യകളുടെ ഹരണം ചോദിച്ചാൽ ആദ്യത്തെ ഭിന്നസംഖ്യ മാത്രം അങ്ങനെ എഴുതുക. പിന്നീട് അങ്ങോട്ട് എത്ര ഭിന്നസംഖ്യകൾ ഉണ്ടെങ്കിലും തിരിച്ചിട്ട് ഗുണിക്കുക എന്ന് ഓർത്തിരിക്കണം. ഇവിടെ നോക്കിക്കേ, കുറെ ഭിന്നസംഖ്യകളുടെ ഗുണനോ വെട്ടാൻ പറ്റുന്നതായിട്ടൊന്നുമില്ല. അപ്പൊ അംശങ്ങളെല്ലാം കൂടെ ഗുണിച്ച് അംശത്തിൽ എഴുതണം. 1 1 1 1 ഗുണിച്ചാൽ 1 തന്നെ വരും. ഛേദങ്ങൾ 1ഉം 2ഉം കൂടെ ഗുണിച്ചാൽ 2. 2 × 3 6. 6 × 4 24. ഉത്തരം 1/24 എന്ന് വരും ആൻസർ. സിമ്പിൾ. ഇത്രേ ഉള്ളൂ. കണ്ടോ? ആ ചോദ്യം വളരെ ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിച്ചില്ലേ? സോ അങ്ങനെയാണെങ്കിൽ അതേ മോഡൽ ദാണ്ട വരുന്നു. 2/3 ഡിവൈഡഡ് ബൈ 1/4 ഡിവൈഡഡ് ബൈ 5/7 ഡിവൈഡഡ് ബൈ 6/8 വില എത്ര എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഭിന്നസംഖ്യ 2/3 അതുപോലെ തന്നെ എഴുതണം. പിന്നീട് അങ്ങോട്ട് എത്ര എണ്ണം ഉണ്ടെങ്കിലും തിരിച്ചിട്ട് ഗുണിക്കുക. അതായത് 1/4 എന്നുള്ളത് 4/1 ആയിട്ട് മാറി. 5/7 എന്നുള്ളത് 7/5 ആയിട്ട് മാറി. 6/8 എന്നുള്ളത് 8/6 ആയിട്ട് മാറി. കണ്ടോ? എന്നിട്ട് വെട്ടാൻ പറ്റുന്നതൊക്കെ വെട്ടുക. എന്നിട്ട് അവസാന ആൻസറിലേക്ക് എത്തുക. അത്രയും ചെയ്താൽ മതി. നോക്കിയേ, ഇവിടെ എടാ ഈ നമുക്ക് ദാണ്ടേ ഈ 4ഉം ഈ 6ഉം കൂടെ വെട്ടാം. 2 കൊണ്ട് വെട്ടാം. 2 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 2 കൊണ്ട് ഹരിക്കുക. 4നെ 2 കൊണ്ട് ഹരിച്ച 2, 6നെ 2 കൊണ്ട് ഹരിച്ച 3 വരും. ഇനി എന്തെങ്കിലും വെട്ടാനുണ്ടോ? ഇനി നമുക്കിവിടെ വെട്ടാനായിട്ടൊന്നുമില്ല. വെട്ടാൻ പറ്റുന്നതൊക്കെ മാക്സിമം വെട്ടി കളയണം നിങ്ങൾ. 2ന്റെ മൾട്ടിപ്പിൾ ആടെ ഇല്ല. ഇനി 7ന്റെ മൾട്ടിപ്പിൾ ഉണ്ടോ? ഇല്ല. അപ്പൊ ഇനി വെട്ടാനായിട്ടൊന്നുമില്ല. സോ അങ്ങനെയാണെങ്കിൽ അംശങ്ങളെല്ലാം കൂടെ ഗുണിച്ച് അംശത്തിൽ എഴുതുക. ഛേദങ്ങളെല്ലാം കൂടെ ഗുണിച്ച് ഛേദത്തിലേക്ക് എഴുതുക. 2ഉം 2ഉം കൂടെ ഗുണിച്ച 4. 4 × 7 28. 28 × 8. 28നെ 8 കൊണ്ട് ഗുണിച്ചാല് 8 8 64. 6 16 16 16 16 16 6 22 224 വരും. അംശത്തിലെ 224 എന്ന് വരും.
ഡിവൈഡഡ് ബൈ ഛേദത്തിലെ 3 5 കൂടെ ഗുണിച്ചാൽ 15, 15 × 3 45, ഉത്തരം 224 ഡിവൈഡഡ് ബൈ 45 എന്ന് വരും. അത്രേ ഉള്ളൂ പരിപാടി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ രണ്ടോ രണ്ടിലധികമോ ഭിന്നസംഖ്യകളുടെ ഹരണം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ആദ്യത്തെ ഭിന്നസംഖ്യ മാത്രം അതുപോലെ എഴുതുക. പിന്നീട് അങ്ങോട്ട് എത്ര എണ്ണം ഉണ്ടെങ്കിലും തിരിച്ചിട്ട് ഗുണിക്കുക, തിരിച്ചിട്ട് ഗുണിക്കുക, തിരിച്ചിട്ട് ഗുണിക്കുക എന്ന് വൃത്തിയായിട്ട് ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുക. അപ്പൊ നമ്മൾ പഴയതുപോലെ ബോർഡ് മാസം എന്ന് എഴുതി വെച്ചു. ബോർഡ് മാസ്. ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. ഓഫ് ഉണ്ടോ? ഇല്ല. ഡിവിഷൻ ഉണ്ടോ? ഉണ്ട്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ. ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ. അതായത് 60 പ്ലസ് 36 2 കൊണ്ട് ഹരിച്ചാൽ, അതാണല്ലോ ആദ്യം ചെയ്യേണ്ടത്, വേറൊന്നും ഇല്ല. 36 2 കൊണ്ട് ഹരിച്ചാൽ 18 × 3 -5. അങ്ങനെ ഡിവിഷൻ കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പില് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അടുത്ത സ്റ്റെപ്പില് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ ദാണ്ട കിടക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ. 60 പ്ലസ് 18 3 കൂടെ ഗുണിച്ച 54 വരും, -5. അങ്ങനെ മൾട്ടിപ്ലിക്കേഷനും കഴിഞ്ഞു. അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ ഉള്ളെങ്കിൽ റൂളുകൾ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. 60ന്റെ കൂടെ 54 കൂട്ടിയാൽ 114 വരും. ആ 114 5 കുറച്ചാൽ 109. ആൻസർ 109 വരും. സിമ്പിൾ. ഇത്ര ഉണ്ട് പരിപാടി. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടോപ്പിക്കാണ് ഏത്? ബോർഡ് മാസ് എന്ന് പറയുന്ന ഭാഗം. വളരെ സിമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ആദ്യം നമ്മള് ബോർഡ് മാസ് എന്ന് എഴുതി വെച്ചു. ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. ഓഫ് ഉണ്ടോ? ഇല്ല. ഡിവിഷൻ ഉണ്ടോ? ഉണ്ട്. അപ്പൊ അതാണ് ആദ്യം ചെയ്യേണ്ടത്, ഡിവിഷൻ. ഡിവിഷൻ ഒരെണ്ണമല്ല, പിന്നെയും ഒരു ഡിവിഷൻ ഉണ്ട്. അപ്പൊ രണ്ടും കൂടെ നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാം. 16 8 കൊണ്ട് ഹരിച്ച 2 ഇൻറ്റു 4 2 കൊണ്ട് ഹരിച്ച 2 ഇൻറ്റു 0. ഡിവിഷൻ കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. 2 2 കൂടെ ഗുണിച്ചാൽ 4. ആ 4നെ 0 കൊണ്ട് ഗുണിച്ചാൽ 0. ഏതൊരു സംഖ്യയും 0 കൊണ്ട് ഗുണിച്ചാല് ആൻസർ 0 ആണെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് 4നെ 0 കൊണ്ട് ഗുണിച്ചാല് ഉത്തരം സിമ്പിൾ ആൻസർ 0 ആണെന്ന് പറഞ്ഞ് ആ ഒരു ഭാഗം അവിടെ അവസാനിപ്പിക്കുവാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അടുത്തത് വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് നമ്മൾ ബോർഡ് മാസ് എന്ന് എഴുതി വെച്ചു. ബ്രാക്കറ്റ് ഉണ്ടോ? ഉണ്ട്. പക്ഷേ 2 ബ്രാക്കറ്റുകൾ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ബ്രാക്കറ്റിനകത്ത് മറ്റൊരു ബ്രാക്കറ്റ് വരുന്നുണ്ടോ? ഒരു ബ്രാക്കറ്റിനകത്ത് മറ്റൊരു ബ്രാക്കറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അകത്ത ബ്രാക്കറ്റാണ് ആദ്യം ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ഒരു ബ്രാക്കറ്റിനകത്ത് മറ്റൊരു ബ്രാക്കറ്റ് വരുമല്ല. ബ്രാക്കറ്റുകളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുക. സോ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കുറെ ബ്രാക്കറ്റുകൾ വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നും പേടിക്കണ്ട, അതെല്ലാം ഒറ്റയടിക്ക് അങ്ങ് ചെയ്തോ, ഒരു കുഴപ്പമില്ല. സോ അതായത് ഈ ബ്രാക്കറ്റ് നിങ്ങൾക്ക് ഒറ്റയടിക്ക് ചെയ്യാം, അതുപോലെ ഇതും ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു ബ്രാക്കറ്റിനകത്ത് മറ്റൊരു ബ്രാക്കറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ പണിയാം. അപ്പൊ നിങ്ങൾ ആദ്യത്തെ, അതായത് ഏറ്റവും അകത്ത് കിടക്കുന്ന ബ്രാക്കറ്റ് മാത്രമേ ആദ്യം ചെയ്യാവുള്ളൂ. എന്നിട്ട് പതിയെ 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 വരണം. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറ്റത്തില്ല. ഏറ്റവും അകത്ത് കിടക്കുന്ന ആദ്യം അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ കുഴപ്പമില്ല. ഇവിടെ 11നെ 4 കൊണ്ട് ഗുണിച്ചാൽ 44 വരും. മൈനസ് 32നെ 8 കൊണ്ട് ഹരിച്ചാലേ 4 വരും. 44 4 കുറച്ചാലേ 40 വരും. ആൻസർ 40 എന്ന് വരും ആൻസർ. സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ സാധിച്ചു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ, അതായത് നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബോർഡ് മാസ് റൂളിനകത്തെ കുറെ അധികം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്.
വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. ഇതിന്റെ രണ്ടാമത്തെ ഭാഗത്തിൽ വരുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ചോദ്യങ്ങൾ, അതായത് ബ്രാക്കറ്റും ഓഫും പിന്നെ ബാറ് ചിഹ്നങ്ങളൊക്കെ വരുന്ന കുറേയധികം നല്ല ചോദ്യങ്ങൾ ക്ലാസ്സിൽ അടുത്ത ഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇത് നമ്മളെ വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ ആദ്യം പഠിച്ച് നിങ്ങൾ ആ ഒരു ചാപ്റ്ററിൽ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള അറിവ് നേടിയെടുത്തതിന് ശേഷം മാത്രം രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു എന്ന് തന്നെ വിശ്വസിക്കുവാണ്. ഒരുപാട് പേര് PSC പഠിക്കുന്ന ഒരുപാട് പേര് RRB ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഒരു PSC പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു പരീക്ഷ ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഈ RRB ഗ്രൂപ്പ് ഡി പരീക്ഷ നിങ്ങൾ എഴുതുന്ന ഉദ്യോഗാർത്ഥികളാണ്, സീരിയസ് ആയിട്ട് പഠിച്ച് എഴുതുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ പഠന സ്ട്രാറ്റജി ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം PSC പഠിക്കുന്ന പോലെ അല്ല. അവിടെ നമുക്ക് എല്ലാ വിഷയങ്ങൾക്കും വലിയ പ്രാധാന്യമൊന്നുമില്ല, എല്ലാം ഒരുപോലൊക്കെ തന്നെ. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ മാത്സും സയൻസും അറിയാവുന്നവന് സെൻട്രൽ ഗവൺമെന്റ് ജോലി കിട്ടും, ഗ്രൂപ്പ് ഡി ആവാൻ പറ്റും. റെയിൽവേയിലെ നല്ല ജോലി നേടിയെടുത്തുകൊണ്ട് അവിടെ തന്നെ ഇരുന്ന് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എക്സാം ഒക്കെ എഴുതി നല്ല രീതിയിലേക്ക് എത്തുവാൻ സാധിക്കുന്ന ഒരു വലിയ പോസ്റ്റാണ് ഗ്രൂപ്പ് ഡി പരീക്ഷ. അതിന്റെ തുടക്കമാണിത്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏത് രീതിയിൽ എങ്ങനെ പോകുന്നു എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഓരോ ദിവസങ്ങളും സിലബസിനോട് നീതി പുലർത്തി മാത്സിനകത്തെയും സയൻസിനകത്തെയും നല്ലൊരു ഭാഗം ടോപ്പിക്കുകൾ സ്ഥിരമായിട്ട് പഠിച്ചുകൊണ്ട് സ്ഥിരമായിട്ട് മോക്ക് എക്സാമുകൾ എഴുതി അതുപോലെ മോഡൽ എക്സാമുകളൊക്കെ എഴുതി നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ പരീക്ഷ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. സോ അത്തരത്തില് നമ്മളുടെ പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പേര് തുടക്കക്കാരുണ്ട്. അവർക്കെല്ലാം ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ CCയിലെ പുതിയ ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ദിവസങ്ങളും എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കുകൾക്കാണ് നിങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത്, മാത്സിനകത്താണെങ്കിലും സയൻസിനകത്താണെങ്കിലും ഏതൊക്കെ ടോപ്പിക്കുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, കഴിഞ്ഞ ഷിഫ്റ്റുകളിലൊക്കെ അല്ലെ കഴിഞ്ഞ നമ്മുടെ ഗ്രൂപ്പ് ഡി അതുപോലെ NTPC എക്സാമുകളിലൊക്കെ ഈ ഒരു ടോപ്പിക്കുകൾക്കകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്ന ഭാഗങ്ങൾ തരംതിരിച്ചുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി നമ്മൾ പുതിയൊരു സ്റ്റഡി പ്ലാനോട് കൂടിയാണ് നമ്മൾ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ, തുടക്കക്കാർക്കാണെങ്കിലും അത്യാവശ്യം പഠിച്ച് കാര്യങ്ങൾ അറിയാവുന്നവർക്കെല്ലാം ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പുതിയ ബാച്ചുകളാണ്. സ്ഥിരമായിട്ട് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. ഇനി നിങ്ങൾ ആവശ്യപ്പെടുന്ന ടോപ്പിക്കിൽ വീണ്ടും നമ്മൾ ലൈവ് ക്ലാസ്സുകൾ വീണ്ടും പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ PDF നോട്ടുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് മോഡൽ എക്സാമുകൾ എഴുതി OMR എക്സാമുകൾ എഴുതി റിവിഷൻ നടത്തിക്കൊണ്ടായിരിക്കും നമ്മൾ മുമ്പോട്ട് പോകുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പുതിയ ബാച്ചുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ ഈ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുവാൻ നമ്മുടെ മെയിൻ നമ്പർ 8590202323 എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അവിടെ നമ്മൾ ഇതിന്റെ ബാക്കി ചോദ്യങ്ങളുമായിട്ടൊക്കെ നമ്മൾ പിന്നീട് മുമ്പോട്ട് പോകുന്നതാണ്. സോ ഓരോ ദിവസങ്ങളും വളരെ ഭംഗിയായിട്ട് കൃത്യതയോടുകൂടി പ്രൊഡക്റ്റീവായിട്ടുള്ള ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡി പരീക്ഷ നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ അത്തരത്തിലുള്ള ഏറ്റവും റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബാച്ചാണ് നമ്മൾ CCയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ആ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ബാച്ചിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ബോട്ട് മാസ് റൂൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. തുടർന്ന് ഇതിന്റെ ബാക്കിയുള്ള അഡ്വാൻസ്ഡ് ചോദ്യങ്ങൾ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും. അതുകൂടി കണ്ട് ഒരു വൃത്തിയായിട്ടൊരു ബുക്കിനകത്തേക്ക് നോട്ട് തയ്യാറാക്കണം എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ എത്തിക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.